കോഴിക്കോട് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ബീം അടർന്നു വീണു. യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നിർത്തിയിട്ട ബൈക്കിന് മുകളിലേക്ക് അടർന്നു വീണ ഭാഗം പതിക്കുന്ന ശബ്ദം കേട്ട് യാത്രക്കാരൻ ഓടിമാറുകയായിരുന്നു. കൂടുതൽ യാത്രക്കാരില്ലാത്തതിനാൽ അപകടം ഒഴിവായി. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, എന്താണ് ഉണ്ടായത്? സൈഫു, താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ബീമാണ് അടർന്നു വീണത്. അത് തൊട്ടരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് വീണത്. സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരൻ ആ ശബ്ദം കേട്ട് ഓടി മാറിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നില്ല എന്നതും അപകടം ഒഴിവാകാൻ കാരണമായിട്ടുണ്ട്. അതേസമയം തന്നെ കാലപ്പഴക്കം ഉള്ള ഒരു കെട്ടിടം എന്ന കാര്യം കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. 1993 ഈ കെട്ടിടം നിർമ്മിച്ചത്. പിന്നീട് നിശ്ചിത സമയങ്ങളിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മറ്റ് ഇടങ്ങളിലും ഈ വിള്ളൽ വീണിട്ടുണ്ട് എന്ന കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തായി 10 കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഓഡിറ്റോറിയം, മറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അവിടങ്ങളൊന്നും തന്നെ കാര്യമായ രീതിയിൽ ഇന്ന് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ അപകടം ഒഴിവായത്. നമുക്കറിയാം, കോഴിക്കോട് പുതിയങ്ങാടിയിൽ ഉണ്ടായിട്ടുള്ള വലിയ അപകടം അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയുള്ള കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡ് സ്ലാബ് തകർന്നു വീണുകൊണ്ട് 4 പേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. ഏതായാലും ഇന്നത്തെ ഈ ബീം തകർന്നു വീണെങ്കിലും കാര്യമായ അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. സൈഫു.